രണ്ട് സാധനവും ടാങ്കിനകത്ത് ഇപ്പോഴും ഉണ്ട്. ഹലോ ഗീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ വിളമാറ്റത്തെ അക്യൂറിയത്തിൽ സ്റ്റോം ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫിനോമിന ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് ഈ വീഡിയോ. നിങ്ങൾ ഈ ചെങ്കടലിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ കടൽ റെഡ് കളർ ആവുന്ന ഒരു പ്രതിഭാസത്തിനെ കുറിച്ച്. ഇതിന് കാരണമാവുന്ന ഡൈനോഫ്ലജല്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ആണ്. ഇതുപോലെ ഡയാറ്റംസ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഫൈറ്റോ പ്ലാങ്ക്ടൻസ് എന്ന് പറയും. ഇതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് പ്ലാങ്ക്ടൻ ആണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയത്. അവരുടെ പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ് ഈ സ്റ്റോം ഡേയ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതിന് ഞാൻ സ്റ്റോം ഡേയ്സ് എന്ന് പേര് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ദിവസങ്ങളിൽ നമ്മൾ ലൈറ്റ് ഇടുന്ന സമയത്ത് ഈ പ്ലാങ്ക്ടൻസ് എല്ലാം മുകളിലേക്ക് നീന്തി വരികയും അവർ മുകളിൽ ഒരു ലെയർ ഫോം ചെയ്യും. മഴയുള്ള ദിവസം താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ എങ്ങനെ കാണുമോ അതേപോലെയാണ്. അതുകൊണ്ടാണ് അതിന് സ്റ്റോം ഡേയ്സ് എന്ന് പേര് കൊടുത്തിരുന്നത്. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഞാനിത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ക്ലാംസ്, നമ്മുടെ കക്കയാണ് ഇതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിരുന്നത്. പക്ഷെ എനിക്ക് കക്കയെ കിട്ടിയില്ല, സമയത്തിന് കിട്ടി. ഇനിയാണ് സൊല്യൂഷൻ. എന്താണ് സൊല്യൂഷൻ? സൊല്യൂഷനാണ് ബ്രയോസോൺസ്. ബ്രയോസോൺസ് എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ ഓർഗാനിസം ആണ്. ഇത് കോളനീസ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ കാണാനായിട്ട്, കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധാരണ ഒരു ജെല്ല് പോലെ ആയിരിക്കും തോന്നുന്നത്. പക്ഷെ നമ്മളൊരു അല്പം ഒന്ന് മാഗ്നിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പവിഴപ്പുറ്റ്, നമ്മുടെ കോറലില്ലേ കടലിനടിയിലുള്ള, ഇതുമായിട്ട് ചെറിയൊരു സാമ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സ്ട്രക്ചർ സീ ബാർണിക്കിൾസുമായിട്ടും ചെറിയ സാമ്യതയുള്ളതാണ്. പക്ഷേ ഇത് രണ്ടുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവുമില്ല. ഇവർ ഫ്രഷ് വാട്ടറിലുള്ള വേറൊരു ഓർഗാനിസമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, ഇതെങ്ങനെ ഒരു സൊല്യൂഷൻ ആകും എന്നുള്ളത്. അതായത് ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൻസ് ആണ്. അപ്പം ഇത് ആക്ച്വലി ഇത് ഒരു സമയത്ത് മാത്രം അതിനകത്തുള്ള ഒരു സാധനമല്ല. ഫുൾ ടൈം ഈ 5 വർഷമായിട്ട് ഈ ടാങ്കിനുള്ളിൽ ഈ സാധനമുണ്ട്. എന്നൊക്കെ ഫൈറ്റോ പ്ലാങ്ക്ടൻസിന്റെ പോപ്പുലേഷൻ കൂടുന്നോ അന്നൊക്കെ ഇവരുടെ പോപ്പുലേഷൻ ഇതേപോലെ കൂടും. കൂടിയതിനു ശേഷം ഇവർ തിരിച്ച് ഡിസപ്പിയർ ആവും. ഫൈറ്റോ പ്ലാങ്ക്ടൻസിന്റെ പോപ്പുലേഷൻ നോർമൽ ആകുമ്പോൾ ഇവർ ഡിസപ്പിയർ ആവുകയും ഇവർ ഹൈബർനേറ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഈ ടാങ്കിലുള്ള സാമ്പിൾസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ ചെറിയ അളവിൽ ഈ രണ്ട് സാധനവും ടാങ്കിനകത്ത് ഇപ്പോഴും ഉണ്ട്. ഇവരുടെ പോപ്പുലേഷൻ കൺട്രോൾഡ് ആണ്. ഇത് അതിനകത്തുള്ള ഒരു സെൽഫ് ഡിഫെൻസ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ കൂടി പറയാം. അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഒരു സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടായ, ഒരു ഇംബാലൻസ് ഉണ്ടായാൽ അത് തന്നെ ഇതിനെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിലാണ്. അപ്പം അത്രയേ ഉള്ളൂ.